അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും ഒരു 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വന്നിരിക്കുകയാണ്. പിന്നെ പറയും രണ്ടാഴ്ചയാണ്. അത് ആക്ച്വലി സ്ഥിരമാണ്, നമ്മൾ 2 ആഴ്ച ഇടയ്ക്ക് ഗ്യാപ്പ് എടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നെൽസൺ ഡയറക്റ്റ് ചെയ്യുന്ന കമൽഹാസനും രജനീകാന്തും ഒരുമിച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ടൈറ്റിൽ അല്ല, ഒരു അനൗൺസ്മെന്റ് ടീസർ പോലെ സാധനം വന്നിട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഇത് ഇപ്പോൾ ലൈവായിട്ട് തിയേറ്ററിൽ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അതെ, അത് ആക്ച്വലി നമ്മുടെ മനസ്സിൽ നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാർ ബഹളം, തിയേറ്ററിൽ മറ്റേ പേപ്പർ കീറി എറിയുന്നു, ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ പേപ്പർ കീറി അവിടെ വരെ എത്തി ആളില്ലാത്തതുകൊണ്ട് 8 പേരും, അതായത് നമ്മുടെ പടം ഇത് നമ്മുടെ പ്രകമ്പനത്തിന്റെ ഇന്റർവെൽ ടൈമിൽ തിയേറ്ററിൽ ഇന്റർവെൽ ആയി. അവിടെ മറ്റേ വാതിക്കുന്ന ചേട്ടാ മറ്റേ ട്രെയിലറിലേന്ന് പ്രകമ്പത്തിന്റെ ഇന്റർവെൽ ആകുമ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇറങ്ങിക്കോളാം. അതായത് ഞങ്ങൾ ആകെ 8 പേരുണ്ടായിരുന്നു ട്രെയിലർ കാണാൻ. പിന്നെ പ്രകമ്പനം കണ്ട് ഇന്റർവെൽ കഴിഞ്ഞ് അകത്ത് കയറിയവരും കണ്ടു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആൾക്കാർ. നമ്മുടെ മനസ്സിൽ ഇത് ഒരുപാട് ആൾക്കാരുണ്ടാവും, ഭയങ്കര വൈബായിരിക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ പോയത്. അത്ര ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് നമുക്കിനി അത് ടി വിയിൽ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം പറയാം, അല്ലേ? ഗോഡ് ഫാദർ, വൺസ് അപ്പോൺ എ ടൈം ഇൻ അമേരിക്ക, ഗ്യാങ്സ്റ്റർ പടങ്ങൾ, അതിന്റെ റെഫറൻസ് കാണിച്ച தெரிஞ்ச என்னையே இப்படி ஏமாத்திரியப்பா, பாவம் அதர்ஸ். பட் இந்த 2 finger டெக்னிக் ரொம்ப நல்லா இருக்கு, நம்மளே இதே ஃபாலோ பண்ணுவோம். இந்த ரூமுக்கு போகலாம். சூப்பர் சார், ரஜினி சாரும் இதான் செலக்ட் பண்ணியிருக்காரு. குட் சார், கமல் சாருக்கு இது ரொம்ப அழகாக இருந்தது. இருக்கட்டும். இது சார் எடுத்துருக்காரா இல்லையா? இல்லை சார், இது சார் எடுக்கல. இது அது ஆல்ரெடி சார் எடுத்து கட்டிட்டார் சார். പഴയ രീതിയിലുള്ള തലയൊക്കെ ചെരിച്ച് ഇമ്പൻ ഉദയനിധി. മറ്റേ മമ്മൂക്കയുടെ പടത്തിന്റെ ക്ലൈമാക്സിൽ ഫൈറ്റില്ല, ഇതുപോലൊരു സെറ്റിംഗ് വെച്ച് ക്ലൈമാക്സ് അല്ല പകുതി ഇടയ്ക്ക് സോഫ ഉണ്ടോ? കറക്റ്റ് മറ്റേ വിക്രവും കൂലിയിലെ ദേവയുടെ അല്ലേ, 2 സിമിലർ ലുക്ക് പോലെ. രാജീവ് മേനോൻ, അതൊരു വ്യത്യസ്തമായ കോമ്പിനേഷൻ ആണ്. சார், ஒரு பீத்தோனோ ஒரு பப்பி லெகரியோ மிக்ஸ் பண்ண மாதிரி ஒரு தீம் மியூசிக் ரெடியா கேட்போமா? அதெல்லாம் அப்புறம் கேட்கலாம். அதுக்கு முன்னாடி ஒன்று கேட்கணும். ஆரம்பிக்கலாங்களா? யாரு ஹீரோ?
கேட்குறாங்கல்ல, சொல்லுங்க ஜி, யாரு ஹீரோ? ജയിലർ യൂണിവേഴ്സ് പോലെ തന്നെ ഉണ്ട്. അല്ല ലൈക്ക് ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു ആപ്പിൾ ടിവിയുടെ ഒരു പടം വന്നായിരുന്നു. അതിൻ്റെ പേര് വുൾഫ്സൺ എന്തായിരുന്നു. അതായത് നമ്മുടെ ജോർജ് ക്ലൂണിയും ബ്രാഡ് പിറ്റും കൂടെ. അതേപോലെ അത് ഡാർക്ക് ഹ്യൂമറാണ്. ഇവർ രണ്ടുപേരുടെയും രണ്ടുപേരുള്ളൊരു ഒരു ഫൺ പടം. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കഥയൊന്നുമില്ല. ഇവർ രണ്ടുപേരെയും ഫുൾ പടത്തിൽ നമ്മൾ എല്ലാ സീനിലും ഇവർ രണ്ടുപേരെയും കാണുന്നത്. അങ്ങനത്തെ ഒരു പടമായിരുന്നു. അല്ല അങ്ങനെ ഇതിനെ അതായത് ഈ മറ്റേ ഈ അടി വെട്ട് കുത്ത് ചോര അതായത് ശരിക്കും ഇവർ രണ്ടുപേരും, അതായത് കമലഹാസന്റെയും രജനീകാന്തിന്റെയും ഈ ഒരു ടൈമിൽ ഈ ഹ്യൂമർ അവരുടെ ഹ്യൂമർ എക്സ്പ്ലോർ ചെയ്ത് കുറെ കാലമായി. അതായത് പഴയ പടങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ രജനീകാന്തൊക്കെ നല്ല അടിപൊളി ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. പിന്നെ കമലഹാസനെ അറിയാമല്ലോ, ആ സമയത്ത് എത്ര പടങ്ങളുണ്ട് പുള്ളിയുടെ. ഈ നെൽസണും കമലഹാസനും കൂടെ ഒന്നിക്കുമ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമഡി, അതായത് നെൽസന്റെ ഹ്യൂമർ പടം. പിന്നെ ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആൾക്കാർക്ക് ഇവർ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് കുറച്ച് വില്ലന്മാരെ ഇടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. അതുകൊണ്ട് ആ എലമെന്റ് കാണുമായിരിക്കും. അവരൊന്നിച്ചു വരുന്നു, അപ്പം ഇടി ഉറപ്പ് എന്ന് പ്രതീക്ഷിച്ച് പോകുന്നവരുണ്ടാവും. അപ്പം അതൊക്കെ ഉറപ്പായിട്ട് കാണും. ആക്ഷൻ ഇല്ലാതെ പടം എടുക്കാനുള്ള ധൈര്യം ഇല്ല ഇവർക്ക്. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതുണ്ടാവും. ബട്ട് ഈ കോമ്പിനേഷൻ നല്ല രസമാണ്. അതായത് നെൽസന്റെ ഹ്യൂമർ, അതായത് എനിക്ക് വേണ്ടത് ഹ്യൂമർ പടമായിരിക്കണം. അതിന് ഒരു ആക്ഷൻ കോമഡി പടം പോലെ അങ്ങനെയാണെങ്കിൽ നല്ല രസമായിരിക്കും. അതായത് ആക്ഷൻ നടന്നോട്ടെ, കോമഡി ഉണ്ടാവണം നല്ല പോലെ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. കാര്യം ഇവരെ രണ്ടുപേരെയും നെൽസൺ ഉപയോഗിക്കേണ്ട രീതി മെയിനായിട്ട് ഇവരുടെ രണ്ടുപേരെയും ഹ്യൂമർ സൈഡാണ്. ഇവരുടെ മറ്റേ ഈ പടമില്ല നമ്മള് ലാലേട്ടനെയും നമുക്ക് ഒരുമിപ്പിച്ച മറ്റേ ഹരികൃഷ്ണൻസ് പടം ഒക്കെ ഒരുപാട് പേർക്ക് മിക്സ്ഡ് അഭിപ്രായമുള്ള ആളാണ്. പക്ഷെ അതിന്റെ ഐഡിയ ഇല്ലേ, അതായത് രണ്ട് വക്കീലന്മാര് അവര് തമ്മിൽ പരസ്പരം ഒരു യുദ്ധമുണ്ട് എന്നാൽ ഒരു കോമൺ കേസും ഉണ്ടെന്നുള്ള സംഭവം. ചിലപ്പം ആ ടൈപ്പ് ഒരു സാധനമായിരിക്കും ഈ ഹ്യൂമർ വരാൻ പോകുന്ന ഈ പരസ്പരം ഒരു അടിയുണ്ട്. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഇവർ രണ്ടുപേരുടെയും ഇത് ഭയങ്കര രസമാണ്. അതെങ്ങനെ കാണാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും ആ ഹ്യൂമർ ട്രാക്കാണ്. എനിക്കിപ്പോൾ ഈ ജയിലർ കാണാൻ പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത സംഭവം ഹ്യൂമറാണ്. അതായത് നെൽസന്റെ പടങ്ങളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് നെൽസന്റെ പടത്തിലെ ഡാർക്ക് ഹ്യൂമറാണ്. കാരണം ബാക്കിയുള്ള ഈ ആക്ഷനോ മാസ് പരിപാടിക്കൊക്കെ അപ്പുറത്തേക്ക്. പക്ഷേ ജയിലറിൽ അത് ഭയങ്കര കുറവായിരുന്നു. ജയിലർ അത് എലമെന്റ് വരുന്നത് സെക്കൻഡ് ഹാഫിലെ കുറച്ച് പോയിന്റ്. ആ പോയിന്റാണ് ഒരുപാട് പേർക്ക് വർക്കായി. അത് കാരണം അത് അവിടം വരെയുള്ള പടത്തിന് അത് തന്നെ ഞാൻ ആ പോർഷൻ വന്നപ്പോൾ ഇപ്പൊ ഇത് നെൽസന്റെ പടമായി. അത്ര നേരം ഇത് നെൽസന്റെ സിനിമയല്ല, ഇതൊരു നോർമൽ ഒരു ജനറിക് ആക്ഷൻ പടം പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ ആ ഏരിയ നമ്മളാണ് ഇപ്പോഴും ഇത് നെൽസന്റെ പടമായെന്ന് തോന്നി. ഞാനും ജയിലർ ഇന്നായത് ആ ഒരു വീട്ടിലെ ഫൈറ്റ് അത് ഭയങ്കര ഇന്റർവെൽ പോയിന്റ്. അല്ല സംഭവം നമുക്ക് വേണ്ടത് ആക്ച്വലി ഇവർ രണ്ടുപേരുടെ ഹ്യൂമർ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു പടമാണെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ആക്ച്വലി ലോകേഷ് കനകരാജായിരുന്നു ആദ്യം ഈ ഓപ്പർച്യൂണിറ്റി വന്നത്. പിന്നെ പുള്ളി ഒരു കഥ നരേറ്റ് ചെയ്ത് അതല്ല അവർക്ക് വേണ്ടിയിരുന്നത് എന്നുള്ളതിൽ നിന്ന് സ്വയം മാറി എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു. ഇവർ പറഞ്ഞു ഇവർക്ക് ഫൺ റൈഡ് പോലത്തെ ഒരു പടം വേണം എന്ന് പറഞ്ഞു. ലോകേഷ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ലോകേഷ് ആയിരുന്ന ഗ്യാങ്സ്റ്റർ ബ്ലഡ് ചോര, ഇപ്പൊ ഇതിന് പകരം വരെ കുറച്ച് ചോര പരിപാടിയൊക്കെ ആയിട്ട് അല്ല ഇതിനകത്ത് അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് ഇത് മറ്റേ കുറച്ച് ഹ്യൂമറസ് ആയിരിക്കും. ഇപ്പൊ ബ്ലഡ് ഷെഡ് ഉണ്ടായാൽ പോലും നമുക്കത് കാണുമ്പോൾ മറ്റേ ഭയങ്കര ഡാർക്ക് ലൈൻ ആയിരിക്കത്തില്ല, അതിനെ കുറച്ച് ഹ്യൂമർ ആയിട്ട് അവർ അവതരിപ്പിക്കുന്നത്. അതായത് റിട്ടയർഡ് ആയ രണ്ട് പ്രായമുള്ള വ്യക്തികൾ ഒരു പ്രസിദ്ധി കേടുവന്നു അങ്ങനെ ആയിരിക്കും. മറ്റേ ബാങ്ക് റോബറിയാണോ? ബാങ്ക് റോബറിയാണ് അതല്ല ഗോയിങ് മിസ്റ്റേക്ക്. അതുകൊണ്ട് പിന്നെ ഇവര് പ്രായമുള്ള എല്ലാരും കൂടെ ട്രിപ്പ് പോകുന്നൊക്കെ ഉണ്ടല്ലോ. ബക്കറ്റ് ലിസ്റ്റ് ആണോ? ബക്കറ്റ് ലിസ്റ്റ് വേറെ പടം, അത് ഫീൽ ഗുഡ് പടം. ഒട്ടുമായിരിക്കും അല്ലേ എല്ലാരും ഇങ്ങനെ കമലഹാസൻ രജനീകാന്ത് അഭിനയിക്കുന്ന ഒരു ഫീൽ ഗുഡ് പടമാണ് നമ്മുടെ മനസ്സിൽ. അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ നഴ്സറി ഐഡിയ കിട്ടിയെങ്കിൽ അങ്ങനെ മാർക്കറ്റ്. അല്ല ബേസിക്കലി ഇതിനകത്ത് ഈ പറഞ്ഞ എല്ലാ ഫ്ലേവറും ഉണ്ടാകും. കാരണം അവർക്ക് നല്ലപോലെ അറിയാലോ. ഇവർ രണ്ടുപേരും വരുമ്പോൾ ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷൻ, എസ്പെഷ്യലി തലവർ വരുമ്പോൾ വില്ലന്മാരെ എടുത്തിട്ട് ഇടിക്കണം, അതൊരു മസ്റ്റ് സാധനമാണ്. ആണ്ടവർക്ക് ആ ബാധ്യതയില്ല. ഏത് കമലഹാസന്റെ സിനിമകൾ കമലഹാസൻ ഇപ്പൊ ഫൈറ്റ് ചെയ്തില്ലെങ്കിലും ആൾക്കാർക്ക് ഈ പടത്തിൽ ആക്ഷൻ ഇല്ല എന്നുള്ളൊരു പ്രശ്നമില്ല. കാരണം എനിക്ക് ഇവരുടെ ഏജിന് ഫൈറ്റിനൊക്കെ കൂടുതൽ ഗൺ ഷൂട്ട് ഔട്ട് അങ്ങനത്തെ പരിപാടി കൂടുതൽ. അതാണ് നല്ലത്. അത് അല്ല നെൽസൺ അത് ജയിലറിനകത്ത് നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അത് ആ ലൈനിൽ പോയാലും ഒക്കെ. കൂലിയിൽ വന്നപ്പോഴത്തേക്കും തലവരെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ച് തലവരെ തലവെട്ടി ഒട്ടിച്ച് അവസ്ഥയായി പോയില്ലേ. പക്ഷെ അതിന് നല്ല രീതിയിൽ ജയിലറിൽ പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരുടെ ഏജിന് പറ്റുന്ന രീതിയിൽ മെയിനായിട്ട് ഈ നെൽസന്റെ ഹ്യൂമറിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ആ ഏരിയയാണ് എനിക്ക് പടത്തിൽ ഏറ്റവും ചെറിയ മിസ്സസ് ഒക്കെ. പുള്ളിയുടെ പടത്തിൽ ഈ പറയുന്ന കൂലി പോലെ പുള്ളിയുടെ പടങ്ങളിലും കുറച്ചിങ്ങനെ ലോജിക്കൽ എറേഴ്സ് ഉണ്ട്. പക്ഷെ അത് രസിക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മളത്
ഇപ്പം ബീസ്റ്റ് പോലും ഇങ്ങനെ ഒരു ഗിൽറ്റി പ്ലഷർ മൂവി പോലെ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനം. കാരണം കുറേ ഏരിയാസ് എനിക്ക് രസമാണ്. ഞാൻ പിന്നീട് കണ്ടിട്ടില്ല, തിയേറ്ററിൽ എനിക്ക് വർക്ക് ആവുന്നതുകൊണ്ട് പിന്നെ അല്ല എനിക്ക് ആ പടം ഇപ്പോഴും കാണുമ്പോഴേ ഇപ്പം നമുക്ക് ആ ബാധ്യത, അതായത് ആദ്യത്തെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഡേ കാണുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പെക്ടേഷനൊക്കെ പോയി പൊളിഞ്ഞു പോയല്ലോ. അപ്പോൾ ഇപ്പോൾ ആ പടം കാണുമ്പോൾ അതൊരു ഗിൽറ്റി പ്ലഷർ പടം പോലെ കാണാം. കാരണം അതിനകത്ത് കുറേ രസം നമ്മൾ ഇത് ഭയങ്കര ഭയങ്കര ചോറുണ്ടുമ്പോൾ നിങ്ങളൊരു സിനിമ കണ്ടു എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഫൺ പടമായിട്ടാണ് ബീസ്റ്റ് ഇപ്പം കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ഭയങ്കര രസമാണ്. പിന്നെ ഡോക്ടർ ഭയങ്കര ഫേവറേറ്റ് പടം, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യേണ്ട പടമാണ്. കൊലമാവ് പോകില്ല എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അങ്ങനത്തെ ഡോക്ടറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നെൽസനെ റിപ്പീറ്റ് ഉണ്ടാക്കുന്ന പടം. ജയിലറിനെക്കാട്ടിലും മറ്റേതിനേക്കാളും ഏറ്റവും ഡോക്ടറിനും ഈ മിക്സ്ഡ് റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒട്ടും വർക്കായിരുന്നു. ഇവിടെ തമിഴ്നാട്ടിലും എല്ലായിടത്തും മിക്സ്ഡ് റെസ്പോൺസ് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവർ കാണുന്ന കോമഡി പടം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ നമ്മൾ കണ്ട ചിരിച്ച കോമഡി എന്ന് പറഞ്ഞാൽ മറ്റേ ഓവർ ദ ടോപ്പ് പരിപാടികളാണ്. അപ്പോൾ ഈ ഡാർക്ക് ഹ്യൂമറിൻ്റെ മീറ്ററിൽ ഇവിടെ എന്താ ഞാൻ ചിരിക്കണം, അത് ചിരിക്കാനും മാത്രം ഇവരൊന്നും ചെയ്യുന്നില്ലല്ലോ. കാരണം റിയാക്ഷനും എഡിറ്റിലാണ് ഇവരുടെ ഹ്യൂമർ കുറച്ച് വർക്കാവുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓഡിയൻസ് പയ്യെ ഗ്രാജുവലി അതായിട്ട് ഇങ്ങനെ അഡാപ്റ്റ് ആയി വരുന്നേ ഉള്ളൂ. സോ പക്ഷേ അവന്റെ സക്സസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചധികം ഓഡിയൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മറ്റേ ബീസ്റ്റ് പൊട്ടിയതിന് ശേഷം എങ്ങനെ ഭയങ്കര ഡൗൺ ആയിപ്പോയ ഒരാൾ ജയിലർ ഒറ്റ പടം കൊണ്ട് കയറി വന്നിപ്പോൾ ജയിലർ 2 പടം വന്നുകൊണ്ടിരിക്കുകയാണ്. നെൽസണിൽ നമ്മൾ നെൽസണിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തു. അവസാനം ഈ ലോകേഷ് തന്ന പോലത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുതേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അല്ല, അത് ബീസ്റ്റ് തന്നല്ലോ. അതെ, അത് ബീസ്റ്റിൽ തന്നു. പക്ഷേ ഈ കൂലിയും ചിലപ്പോൾ കുറെ പേർക്ക് ചോറുണ്ടുമ്പോ കഴിക്കാൻ പറ്റുന്ന ഒരു പടമാണ് കൂലിയെ. പിന്നീട് വലിയ നെഗറ്റീവ് കണ്ടിട്ട് OTT വന്ന് കുറെ പേര് കണ്ടിട്ട് ഈ കുറ്റം പറയാൻ മാത്രമൊന്നും ഇല്ലോന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അത് ജനറിക് പടമാണ്, നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ടൈപ്പ് പടം. എന്ത് ഫസ്റ്റ് ഡേ ഞാൻ വൈകുന്നേരം കയറിയപ്പോൾ തിയേറ്റർ നല്ല ബഹളമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇത് വലിയ കുഴപ്പമില്ലല്ലോ. പക്ഷെ രണ്ടാമത് പിന്നെ കാണുമ്പോഴാണ് എന്ത് പടം. ഞങ്ങൾ കയറിയപ്പോഴും ബഹളം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹളം കാണാൻ ഞങ്ങൾ പോയി. അങ്ങനെയേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ഇനി പടത്തിന്റെ ബാക്കി പരിപാടി വരട്ടെ. പേരൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഇനി അവരുടെ പേര് അനൗൺസ്മെന്റ് അടുത്ത പടത്തിന് ഷൂട്ടിംഗ് ഒക്കെ വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് ഈ വർഷം അവസാനത്തെ കൊല്ലമായിരിക്കും ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത്. ജയിലിന്റെ പരിപാടി തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് കുറച്ച് നിരാശപ്പെടുത്തിയെങ്കിലും സാധനം രസമുണ്ട്. അതെ ഞങ്ങൾ കാണാൻ പോയത് ഈ ടീസർ ടീസർ കാണാൻ തിയേറ്ററിൽ ചെന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര ആളില്ലാത്തതുകൊണ്ട് ഞാൻ കൈനീട്ടി എടുത്തു, പക്ഷെ ആരും ഇല്ലായിരുന്നു. അതെ നമ്മൾ എടുത്ത വീഡിയോയിൽ ആകെ ഞങ്ങൾ 3-4 പേര് മാത്രമേ കാണത്തുള്ളൂ അതിനകത്ത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി അതിൻ്റെ അടുത്ത അപ്ഡേറ്റ് വരട്ടെ. നമ്മൾ വെയിറ്റിംഗ് ആണ്. ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു പടം കൂടിയാണിത്. ഇതിന് എപ്പോഴാണ് വരുന്നത്? ഇത് ബാക്കി അടുത്ത വർഷം അപ്ഡേറ്റും ചിലപ്പം ഈ വർഷം അവസാനത്തേക്കോ അങ്ങനെ കാണുന്നുള്ളൂ.